നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എനിക്ക് അതിനെ ഓർത്ത ആദി ഇവിടെ ഒരുത്തന്നെ ദേവികയുടെ ആയുർരേഖ മുറിയോന്നാ പേടി. ആ വക്കീലേ, അപ്പൊ നമ്മള് സത്യത്തിന്റെ വെളിച്ചം പതുക്കെ കണ്ടു തുടങ്ങുകയാണല്ലേ? അതെ, പക്ഷേ അറിഞ്ഞ വിവരങ്ങൾ ഒന്ന് വെരിഫൈ ചെയ്യണം. എന്തായാലും ദൈവിക ധൈര്യമായിട്ട് എന്റെ കൈ പിടിച്ച് കൂടെ നിൽക്ക്. കൂടെ നിൽക്കാം, പക്ഷെ കൈ പിടിക്കുന്നില്ല. ഞാൻ ഫോൺ വെക്കുക, കൈ പിൻവലിക്കുന്നില്ല. ദേവികയുടെ കൈ പ്രതീക്ഷിച്ച് ഞാൻ ഇവിടെ തന്നെ കാണും. ഓ, ഒന്ന് പോ വക്കീലേ. അച്ഛാ, അമ്മേ. എന്താ മോളെ? സിദ്ധുവാ ഇപ്പൊ വിളിച്ചത്. ഓ, പൊന്നുമണിയുടെ കേസിന്റെ കാര്യം വല്ലതിനും ആവും. ഇപ്പൊ വിളിച്ചത് ശരത്തിനെ പറ്റി കിട്ടിയ ഒരു വിവരം പറയാനാ. പൊന്നുമണി പറഞ്ഞ കാര്യമായിട്ട് അത് കുറച്ച് റിലേറ്റഡാ. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങള് ശേഖർ പറയുകയും ചെയ്തിരുന്നു. എന്താ മോളെ? ഒരു മരണം അറിഞ്ഞാണ് ക്രിസ്തുദാസ് എന്ന ശരത്ത് ബാംഗ്ലൂരിൽ നിന്നും 2 വർഷം മുൻപ് എറണാകുളത്തേക്ക് പോകുന്നത്. അങ്ങനെയാണല്ലോ പൊന്നുമണി നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതെ, ജാനുവരിയിലായിരുന്നു. അന്ന് എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്ന് ശരത്തിനൊപ്പം മൃതശരീരം ഏറ്റുവാങ്ങാൻ ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു. സ്ത്രീയോ? അതെ,